ഹായ് നമസ്കാരം ഓൾ ഡിയർ ഫ്രണ്ട്സ്, ജെയിൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ റെസിപ്പി അറേബ്യൻ ഹാമൂസ് ആണ്. വളരെ എളുപ്പത്തിൽ 3-4 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു അറേബ്യൻ ഹാമൂസ്. ഇത് ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ഗ്രിൽഡ് ഐറ്റത്തിനൊപ്പം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഹാമൂസ് എത്ര പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി. 1-2-3 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. അതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്, ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയണം, വെളുത്ത കടല. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടിന്നിൽ കിട്ടുന്ന വെളുത്ത കടലാണ്. ഇതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇത് മേടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള വെളുത്ത കടല മേടിച്ച് അതിനെ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനെ നമുക്ക് വേവിച്ച് എടുക്കാം. ഏകദേശം 1/4 ഭാഗമാകുമ്പോൾ അതിനെ നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മളുടെ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സാധനമാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് തഹിന. ഞാൻ ഇവിടെ ലുലുവിൻ്റെ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്കത് ലഭിക്കുന്നതാണ് തഹിന. അപ്പോൾ തഹനയും ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യമാണ്. അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു സാധനമാണ് നമ്മുടെ ചെറുനാരങ്ങ. കുറച്ച് മതി, ഒരു നാരങ്ങയുടെ 4 ഭാഗം മാത്രം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് എല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളുടെ ഹാമൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിനുശേഷം നമ്മളുടെ മല്ലിപ്പൊടി എടുക്കാം. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ലെമൺ നമുക്കിതിലേക്ക് കുറച്ച് പിഴിഞ്ഞ് ചേർക്കാം. വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ. അതല്ല എങ്കിൽ കുറച്ച് നേരം കൂടുതൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാമൂസ് കഴിച്ചു പോകും. അതുകൊണ്ട് വളരെ കുറച്ച് നീര് മാത്രം മതി. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും വളരെ കുറച്ച് മതി. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മളുടെ തഹിന അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏകദേശം പകുതി കടല ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ ഇപ്പോൾ ചേർക്കരുത്. ഏകദേശം പകുതി കടല അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനിയും നമ്മളുടെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നമുക്ക് ഇതിനെ വളരെ നല്ല രീതിയിൽ ആദ്യമായി അരച്ചെടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കടല കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 5-6 കടല ബാക്കി വെച്ചിരിക്കാം. ഇത് ഒന്ന് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ ഒലിവ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് തഹനയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായി അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത് ആദ്യത്തേതുപോലെ. കാരണം ഈ കടലയുടെ ഒരു കരകരപ്പ് അതിനകത്ത് കിട്ടണം. അതുകൊണ്ട് ഇനിയും അരയ്ക്കുന്നത് ഒരുപാട് നേരം ഇട്ട് അരയ്ക്കരുത്. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ മാത്രമേ അരയ്ക്കാവുള്ളൂ. നമുക്ക് നമ്മുടെ തയ്യാറായിരിക്കുന്ന ഹമ്മൂസിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് അരഞ്ഞിരിക്കുന്ന ഹമ്മൂസ്.
നമ്മുടെ ഹമൂസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ജസ്റ്റ് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ഒലിവ് ഓയിൽ ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഹമൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം, കുബൂസിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ ഏത് ഗ്രില്ല് ഐറ്റംസിൻ്റെ ഒപ്പം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.